നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാറിനെ എസ്ഐയും പോലീസുകാരും കൂടി ഉപദ്രവിക്കോ? കള്ളം പറയുന്നോടാ. തോക്കുമായി പട്ടാപ്പകൽ പാർക്കിനുള്ളിൽ കയറിയിട്ട് ഒരുത്തനെ കൊല്ലാൻ വേണ്ടി വെടിവെച്ചിട്ടാ അഭിനയിക്കുന്നോ നീ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ ഇടിച്ച് കൂമ്പ് കളക്ക് ഞാൻ. സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനല്ല ശേഖരമേനോനെ വെടിവെച്ചത്. നീ അല്ല അത് ചെയ്തതെങ്കിൽ പിന്നെ നീ എന്തിന് തോക്കും കൊണ്ട് ആ പാർക്കിൽ വന്നു? അത് നിന്റെ തോക്കല്ലേ? അതെ, അത് എന്റെ തോക്ക് തന്നെയാണ്. അത് നീ തന്നെയല്ലേ പാർക്കിൽ കൊണ്ടുവന്നത്? അതെ. എന്തിന്? ചോദിച്ചത് കേട്ടില്ലേ? എന്തിന് തോക്കുമായിട്ട് നീ അവിടെ വന്നു? പറയടാ, പറയാൻ. അത് ശേഖരമേനോനെ കൊല്ലണമെന്ന് കരുതി തന്നെ തോക്കുമായി അയാളെ കാണാൻ വന്നത്. അങ്ങനെ വഴിക്ക് വാ. ശേഖരമേനോനെ കൊലപ്പെടുത്തണമെന്ന ലക്ഷ്യവുമായി പാർക്കിലെത്തിയ നീ അയാളുടെ നേരെ വെടിയുതിർത്തു. അതാണ് സത്യം. അല്ല സർ, അതൊന്നും അല്ല സത്യം. ശേഖരമേനോനെ കൊല്ലാൻ വേണ്ടി ചെന്നത് ഞാനാണെങ്കിലും അയാളെ വെടിവെച്ചത് ഞാനല്ല. വെറുതെ എന്റെ കൈക്ക് മെനക്കേട് ഉണ്ടാക്കരുത് നീ. മര്യാദയ്ക്ക് ചെയ്ത കുറ്റം സമ്മതിച്ചിട്ട് ഇഴേറ്റ് പറഞ്ഞോ, ഇല്ലെങ്കിൽ നീ ഇഞ്ച പരുവാവും മോനെ. ചെയ്യാത്ത കുറ്റം ഞാൻ എങ്ങനെയാ ഏൽക്കുന്നത്? ശേഖരമേനോനെ വെടിവെച്ചത് ഞാനല്ലാന്ന് പറഞ്ഞില്ലേ? അയാളെ വെടിവെച്ചത് മറ്റാരോ ആണ്. വിശാലേ, വിളച്ചിലെടുക്കരുത് നീ. സാറിന് വിശ്വാസമായില്ലെങ്കിൽ സാർ ആ തോക്കൊന്ന് പരിശോധിക്കുക. അത് ഫുള്ളി ലോഡഡ് ഗണ്ണാണ്. മുഴുവൻ ബുള്ളറ്റ്സും അതിൽ ഇപ്പോഴും ഉണ്ട്. ഒരു ബുള്ളറ്റ് പോലും പുറത്തു പോയിട്ടില്ല. ശേഖരമേനോനെ ഞാനാണ് വെടിവെച്ചതെങ്കിൽ അതിൽ നിന്ന് ഒരു ബുള്ളറ്റ് മിസ്സാവണമല്ലോ. അത് ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചതാ. ഇടാ വിശാലേ, അതിലുള്ള ഒരു വെടിയുണ്ട മിസ്സിംഗ് ആണ്. അത് അതിലുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ അത് എവിടെ പോയി? പാർക്കിൽ വന്നപ്പോ ആ തോക്ക് ഫുള്ളി ലോഡഡ് ആണെന്ന് താൻ പറഞ്ഞതല്ലേ? ഉറപ്പാണ്. എങ്കിൽ അത് എവിടെ? വരുന്ന വഴിക്ക് കളഞ്ഞുപോയോ? ഇല്ലല്ലോ. എടോ, ആ ബുള്ളറ്റ് ആണ് ശേഖരമേനോന്റെ ബോഡിയിലുള്ളത്. അത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കളക്ട് ചെയ്തോളാം. സർ, ഞാനല്ല ശേഖരമേനോനെ ഷൂട്ട് ചെയ്തത്. ഞാനല്ല. വിശാലേ, തെളിവുകളെല്ലാം തനിക്ക് പ്രതികൂലമാണല്ലോടോ. അതുകൊണ്ട് ഇവിടെ കിടന്ന് വെറുതെ വാദപ്രതിവാദം നടത്തി തന്റെ തൊണ്ടയിലെ വെള്ളം വറ്റിക്കണ്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതങ്ങ് കോടതി പറഞ്ഞാൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.